സ്ക്രീനിൽ നിങ്ങളുടെ പേരിങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ ആ ഒരു എന്തായിരുന്നു, എന്താ തോന്നിയതപ്പോ? ഏതെങ്കിലും വേഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ട് അപമാനിച്ച് ഒരുപാട് ഒരുപാട് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഹെവി വെയിറ്റ് സാധനമൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ വിളിക്കും, അതെ ഞങ്ങൾ ആളം മാറ്റി പോലെ ഓരോരുത്തർ വിളിക്കും, ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. തലേ ദിവസം ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ആരുടെ പേരാ പറയാ? നമ്മളിപ്പോ കെട്ടിന് മുൻപുള്ള കഥകളൊക്കെ പറഞ്ഞു അല്ലേ, ഇനിയിപ്പോ കെട്ടിന് ശേഷം ഇനി വരുന്ന അപ്കമിങ് പ്രൊജക്റ്റിൽ ഈ ഒരു ടീമിനെ വെച്ച് തന്നെ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രൊജക്റ്റും നിർത്തിയിരിക്കുന്നത്? അപ്പം അനുമോൾ അവിടെ ആ ഒരു ക്ലാസ് റൂം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മറ്റൊരു ഷോർട്ട് സീരീസിനെ പറ്റി എന്ത് പറയുമ്പോ എന്തൊരു കുശുമ്പ അല്ലേ? അയ്യോ അതും കട്ടിയാണേ ബ്രോ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതല്ലേ, എന്തായാലും എല്ലാവരുടെയും സ്വപ്നമാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ ഈ പ്രിവ്യൂ ഷോക്ക് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബിഗ് സ്ക്രീനിൽ നിങ്ങളുടെ പേരിങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ ആ ഒരു എന്തായിരുന്നു, എന്താ തോന്നിയതപ്പോ? വലിയ സന്തോഷമാണ്. ജസ്റ്റ് ഒരു സന്തോഷം എന്ന് പറഞ്ഞ അവിടെ നിർത്താതെ എന്തായിരുന്നു അത്? എന്താ പറയാ, ഒരുപാട് വർഷങ്ങളുടെ ഒക്കെ ഒരു സ്വപ്നവും കഠിന പ്രയത്നവും പ്രശ്നങ്ങളും പ്രതീക്ഷകളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അതിന്റെ പുറകിൽ. ഇത് കാണുമ്പോഴേ ഏതെങ്കിലും ഏതെങ്കിലും വേഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ട് അപമാനിച്ച് ഒരുപാട് ഒരുപാട് അപ്പൊ അവരെയൊക്കെ വിളിച്ചൂടായിരുന്നു? അവരൊക്കെ വിളിച്ചില്ല. ഏത് രീതിയിലുള്ള ഇൻസൾട്ടിങ് ആണ് ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മള് വർക്കിന് ചിലപ്പോ ഷൂട്ട് ലൊക്കേഷനിൽ എത്തിയിട്ടാവും പറയുന്നത് ക്യാരക്ടർ ഇല്ല, ഓക്കെ അത് വേറെ ആള് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ വിളിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ആ സാധനം വേറൊരു ആർട്ടിസ്റ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സിറ്റുവേഷൻ നമ്മൾ ഇറങ്ങി പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി മുമ്പാണെങ്കിൽ ബാഗും ഒക്കെ പാക്ക് ചെയ്ത് ഹെവി വെയിറ്റ് സാധനമൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ വിളിക്കും, അതെ ഞങ്ങൾ ആളം മാറ്റി, ഓക്കെ ശരി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കുറേ ഒരുപാട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാന്ന് പറയില്ലേ, വാക്കുകളെ കൊണ്ട് തന്നെ ഇൻസൾട്ട് ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്രമൈസ് ടോക്സ്, ഈ പറയുന്ന പോലെ ഓരോരുത്തർ വിളിക്കും, ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. തലേ ദിവസമൊക്കെ ആയിരിക്കും എല്ലാം കഴിഞ്ഞ് ക്യാരക്ടറൊക്കെ ഫിക്സ് ചെയ്ത് തലേ ദിവസമായിരിക്കും വിളിച്ച് പറയുന്നത്. നമ്മൾ പോവാനൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടവും, ഫസ്റ്റ് നമ്മൾ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തോന്നോടെ പറയണതൊക്കെ ഒരു ചീത്ത ഉണ്ട്. പിന്നെ മനസ്സിലായി ഓക്കെ ഇതൊരു കീഴ്വഴക്കമാണ്, ചൂടായിട്ട് കാര്യമില്ല ചേട്ടാ സോറി ഇതിലൊതുക്കും. അപ്പം നമ്മൾ ഈ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഇഴഞ്ഞാ വന്നിട്ടുള്ളത്. ആമയൊക്കെ ഇഴഞ്ഞതിനേക്കാളും മോശമായിട്ടാണ് ഇഴഞ്ഞു വന്നിട്ടുള്ളത്. കാരണം 2000-ലെങ്ങാണ്ട് ഞാൻ ഒരു സിനിമയിൽ തുടക്കം കുറിച്ച ആളാണ്. അപ്പോൾ അത് പക്ഷേ നടന്നില്ല. അതിൻ്റെ ഡിപ്രഷനിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത് ഇൻഡസ്ട്രിയിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ കേട്ടും കണ്ടും എന്താ പറയുക അനുഭവിച്ചൊക്കെ വന്നിട്ട് ഒരുതരം വാശി ഉണ്ടാവും അല്ലേ? വാശിനേക്കാൾ ഞാൻ കോമ്പറ്റ് ചെയ്യുന്നത് എന്നോട് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. പിന്നെ കോംപ്രമൈസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, എൻ്റെ കയ്യിലൊരു കലയുണ്ട്, അതിനെ വ്യഭിചരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് ഞാനെപ്പോഴും പറയുന്നൊരു. കാരണം അതെനിക്ക് പറ്റില്ല. നമുക്ക് നല്ല രീതിയിൽ പോവുക, എന്നാലും ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ അല്ലേ നമ്മളത് ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി. ഇപ്പോൾ ഈ ടീമിൻ്റെ കൂടെ നമ്മളത് ചെയ്യുമ്പോൾ അത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു സന്തോഷവും സംതൃപ്തിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഇതേപോലെ തന്നെ പോവാന്നുള്ളതാണ്. അപ്പം അത് എത്ര സ്ലോ ആയാലും സാരില്ല. സിനിമയും അഭിനയമൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എന്താ പറയുക എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ഞാൻ മരിക്കുന്നത് വരെ ട്രൈ ചെയ്യാന്നുള്ളതാണ്. നന്നായി ട്രൈ ചെയ്ത് നമ്മുടെ കഴിവുകൾ വളരെ സെലക്റ്റീവ് ആയിട്ട് നമ്മുടെ കഴിവുകൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഓരോ അവസരങ്ങൾ. സെലക്റ്റീവ് ഒന്നും അല്ല. ഇപ്പൊ നേരത്തെ ആർച്ച പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടറും എന്താണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ചെയ്യുമ്പോൾ വളരെ സംതൃപ്തിയായിരിക്കണം ഞാൻ. വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതിൻ്റെ പുറകിൽ എന്താ പറയുക നമ്മളോട് മോശമായി സംസാരിച്ചു അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന് പറഞ്ഞു അതൊന്നും ഉണ്ടാവരുത്. വളരെ ഇപ്പം ചെയ്യുന്നത് മൊത്തം കോൺടാക്ട്സ് ബേസിലാണ്. അറിയുന്നവർ മാത്രം വിളിക്കുന്നു, അവരുടെ കൂടെ തന്നെ പോയി വർക്ക് ചെയ്യുന്നു, സന്തോഷത്തോടു കൂടി തിരിച്ചു വരുന്നു. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? അവരുടെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഡൗട്ടായിരിക്കും ഈ ഒരു ഫീൽഡ് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത്.
ആക്ച്വലി ഈ ഫീൽഡിലാണെന്ന് തോന്നുന്നു എനിക്ക് യെസ് ഓർ നോ ഓപ്ഷൻ ഉള്ളത്. ബാക്കി ഫീൽഡിൽ എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവിൽ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അവർ ആ പഠിച്ച് ആ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് വേറെ ഓപ്ഷനും ഇല്ല. പക്ഷെ നമ്മുടെ ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ചോദിച്ചാൽ നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. പിന്നെ നമുക്ക് നമ്മളാരും വന്ന് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. വേറെ വഴികളില്ലായ്മ അങ്ങനെയൊന്നുമില്ല. നമ്മളത് വിടുന്നു, അടുത്ത സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നോ പറഞ്ഞാൽ ഇങ്ങനെ അവസരങ്ങൾ കിട്ടില്ലേ എന്നുള്ള ഒരു സംശയം കൊണ്ടായിരിക്കും. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനനുസരിച്ചുണ്ടാവും. നമ്മൾ എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ നിലനിൽപ്പ് എന്നുള്ളത്. നമ്മുടെ സംസാരമായാലും നമ്മുടെ ശൈലികളായാലും നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, മറ്റുള്ളവരെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ്. എനിക്കിപ്പോൾ ഇതുവരെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡബ്ബിങ്ങിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡബ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ എൻ്റെ മുന്നത്തെ കുറേ എക്സ്പീരിയൻസസ് എന്നൊക്കെ കുറച്ചുകൂടി ബെറ്ററായി തുടങ്ങി എൻ്റെ ലൈഫ്. അല്ലെങ്കിൽ ആളുകളോടുള്ള പെരുമാറ്റമായാലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെരുമാറ്റങ്ങളായാലും ഒക്കെ. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഡബ്ബിങ്ങിനൊക്കെ വേണ്ടി പോകുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ള ഒരു റെസ്പെക്ട്ഫുള്ളിയാണ് നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, അപ്പൊ അതൊക്കെ കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ തേടി പോകുമ്പോഴായാലും കുറച്ചുകൂടി ധൈര്യത്തിൽ വിളിക്കാൻ പറ്റുന്നുണ്ട്. ആ ചേട്ടാ ഞാനിങ്ങനെ ആളാണ്, എങ്ങനെ സംസാരിക്കാൻ പറ്റും. അത് നല്ലൊരു ഡബിങ്ങിലൂടെയാണ് ഇതിലേക്ക് കടന്നത്. അഭിനയത്തിൽ കൂടിയാണ് ഡബിങ്ങിൽ വന്നത്. പിന്നെ ഡബിങ് കുറെ ഹെൽപ്പ് ചെയ്തു. നല്ല നല്ല കോണ്ടാക്ട്സ് കിട്ടാനും അങ്ങനെയൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ആരുടെ പേരാ പറയാ? ബെന്നി. ഏറ്റവും ആദ്യം എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ ആണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. അതിപ്പോഴായാലും അതെ. പിന്നെ എനിക്ക് എറണാകുളത്ത് നിൽക്കാനായിട്ട് സജിത്തേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ തന്നെ എനിക്ക് ഗോഡ് ഫാദർ എന്നൊക്കെ പറയാൻ പോലെ പറ്റുന്നൊരു വ്യക്തിയുണ്ട്. പുള്ളിയാണ് സത്യം പറഞ്ഞാൽ എറണാകുളത്ത് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഇല്ലെങ്കിൽ പല പ്രാവശ്യം നമുക്ക് ഇട്ട് ഓടാനൊക്കെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ സഹിക്കാൻ പറ്റാണ്ടൊക്കെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷെ പുള്ളിയാണ് ഡബ്ബിങ് തന്ന്, ഇൻകം വേണമല്ലോ, സർവൈവ് ഇൻകം വേണമല്ലോ, അതിന് ആളാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മുഖേന കുറേ സ്റ്റുഡിയോസിൽ വേറെ വർക്കുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും എറണാകുളത്ത് ഞാൻ നിന്നതിൻ്റെ കാരണം ആ ഒരു ചേട്ടൻ കാരണമാണ്. നമ്മളിപ്പോൾ കെട്ടിന് മുൻപുള്ള കഥകളൊക്കെ പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ കെട്ടിന് ശേഷം ഇനി വരുന്ന അപ്കമിങ് പ്രൊജക്റ്റിൽ ഈ ഒരു ടീമിനെ വെച്ച് തന്നെ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ പ്രൊജക്റ്റിനെ പറ്റി ആ വിവരങ്ങളൊന്ന് പറയാം. നമ്മുടെ കയ്യിലിപ്പോൾ അങ്ങനത്തെ പ്ലാൻ ആയിട്ടുള്ള കഥകളൊന്നും ഇല്ല ഇപ്പോൾ. പിന്നെ അങ്ങനല്ലേ പറഞ്ഞത്. ഇതിനകത്തെ ഇപ്പം നമ്മുടെ പ്രിവ്യൂ ഷോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞു ഇതിന് ശേഷം കുറച്ച് സ്കോപ്പ്, അതായത് നമുക്ക് ഇനിയും ഇതിനകത്ത് കണ്ടന്റ് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം വെരിയൻ്റ് ക്ലൈമാക്സ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നിടത്ത് നിന്ന് തുടങ്ങാനായിട്ടുള്ള ഒരുപാട് നിർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ചാൻസ് ഉണ്ട് അവിടെ നമുക്ക് തുടങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന 8-ാം തീയതി യൂട്യൂബ് റിലീസ് ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബ് റിലീസ് ചെയ്തിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് പ്ലൂട്ടോ ചാനൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു മുമ്പത്തെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് വർക്കാണെന്നൊന്ന് പറയും? ഹൃദയവുമായി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള അനുമോളെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അത് നമ്മുടെ ഒരു ടീം വർക്കാണത്. അതിനകത്ത് എഡിറ്റ് ചെയ്തിരിക്കുന്ന മഹേഷാണ്. അത് വേറെ ആരുമില്ല, ഇവരാരുമില്ല. മഹേഷ് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. അല്ല, നല്ലൊരു ഷോർട്ട് ഫിലിം, അത് ഷോർട്ട് സീരീസ് തന്നെയാണ്. അത് സീരീസ് ആയിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് അതിനകത്ത് സീരീസ് ആയിട്ടാണ്. അപ്പം അതിലെ ഒരു എപ്പിസോഡ് നമ്മൾ ഫസ്റ്റ് അതൊരു എപ്പിസോഡ് ഇറക്കി നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടി. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു 6 എപ്പിസോഡൊക്കെ ഇറക്കിയത്. അതെ, നല്ലൊരു ഷോർട്ട് സീരീസ് ആയിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോൾ അവിടെ ആ ഒരു ക്ലാസ് റൂം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ കോമഡി ആയിട്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറയട്ടെ. അപ്പം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. പ്രേക്ഷകരുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ നോക്കിയിട്ടാണ്. അതെ, അതുപോലെ തന്നെ ഇതിന് നല്ല പ്രേക്ഷക അഭിപ്രായങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. തുടങ്ങൂല, നമ്മൾ പറയൂല, നമ്മുടെ പ്ലാനിങ് ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ വേറെ പ്രോജക്റ്റ് വെച്ച്
നിങ്ങളെ തന്നെ വെച്ച് മുന്നോട്ട് പോവാനാണ് ആൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പ്രോജക്റ്റ് ഒക്കെ നടക്കാനുള്ള ഒരു മെയിൻ ഒരു എന്താ പറയാൻ നമുക്ക് സപ്പോർട്ട് വേറൊരു സൈഡിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ പ്ലൂട്ടോ ചാനലിൻ്റെ ഒരു ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഹൃദയം അടിച്ചിൽ അഭിനയിച്ചൊരു ഹരി എന്ന് പറയും, നമ്മുടെ കൂട്ടുകാരനാണ്. പുള്ളിയുടെ ചാനലാണ് പ്ലൂട്ടോ. അപ്പം ഈ പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നടക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ മാക്സിമം അവിടെയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പം നമ്മളവിടെ രാവിലെ പോയാലും നമുക്ക് 2-3 ദിവസം സ്റ്റേ അടിക്കുക. ഒരു ദിവസം പോയാലും അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടായി തരും. അവൻ്റെ അച്ഛൻ ഗോപൻ അങ്കിൾ, അജിത് ആൻറ്റി അല്ലേ, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ മാമന്റെ 3ാമത്തെ മകനെ പോലെയാണ് എന്നെ കാണുന്നത്. ആള് നോക്കിയേ, ആള് ആക്റ്റീവായി. റീസണുണ്ട്, വന്നാ പോകത്തില്ല. അവിടെ കിടന്ന് ഒരു ദിവസം ഞാനും പോയായിരുന്നു അവിടെ എഡിറ്റിംഗ് കാണാൻ വേണ്ടി. അപ്പൊ ഇളയമോനായോ? ഇല്ല, ഞാൻ ഇളയമോ അവര് കിടന്ന സമയത്ത് ഇവൻ പോയി 12 മണി പോയി മറ്റേ കാലത്തിന് ഇളയമോനാക്കാതെ നമുക്ക് അവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തിയേറ്റർ വരെ എത്തിക്കാൻ പറ്റിയത്. മെയിനായിട്ട് അവരോട് നന്ദി പറയുന്നു. മാമൻ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്റർവ്യൂല് ഞാൻ ഇല്ല. അത്രയ്ക്കും നല്ലതാണ് ഹെൽപ്പ് ചെയ്യാൻ. മറ്റൊരു ഷോർട്ട് സീരീസിനെ പറ്റി എന്ത് പറയുമ്പോ എന്തൊരു കുശുമ്പ അല്ലേ? പറയേണ്ടത് മുഴുവൻ പറഞ്ഞു, എന്നിട്ട് ചുമ്മാ അത്ര. ഇതാണ് കുറച്ച് പരിപാടികൾ വിളിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പം റോയി ആണെങ്കിൽ ഇനിയിപ്പം സിനിമ പരിപാടി, ഈ വിഷ്ണുവിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ഷൻ പരിപാടി കിട്ടിയിട്ടുണ്ട്. സോറി, അത് അപ്പോൾ ആ വിഷ്ണു അതിൻ്റെ പുറയിലാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ റോയി എടുത്താണെങ്കിലും നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഇതാണ്, ബിഗ് സ്ക്രീൻ പരിപാടി പറഞ്ഞാൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒരു IFFK ഒരു ഇൻഡിപെൻഡൻറ്റ് പരിപാടി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം റോയി അതായിരിക്കും, അല്ല റോയി എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എൻ്റെ പ്ലാനിൽ കുറച്ച് ഫ്രണ്ട്സായിട്ടൊരു പരിപാടിയുണ്ട്. എന്തായാലും എടുപിടിയെന്നൊരു പരിപാടി ഇമ്മീഡിയറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉണ്ടാ. ഇതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് കാര്യം ചെയ്യൂല. അപ്പൊ ശരിക്കും ഈ ഒരു ഷോർട്ട് സീരീസ് എന്ന് പറയുന്നത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, അഭിലാഷ് കൊട്ടാരക്കര. ഡൊമിനിക് അല്ലേ? അതെ. ഞാനിപ്പോ പറയാണ് ഈ ഒരു ഷോർട്ട് സീരീസ് നിങ്ങൾക്കുള്ള മൂവിയിലേക്കുള്ള ഒരു വാതിലായിട്ട് മാറട്ടെ. അതാണ് ഉദ്ദേശം. അപ്പൊ അതിലൂടെ ഇനി ഒരുപാട് ഹൈറ്റ്സിൽ എത്തിച്ചേരട്ടെ. വലിയ നടന്മാരും നടിമാരും ഡയറക്ടേഴ്സും പിന്നെന്താ എഡിറ്റേഴ്സും ക്യാമറാമാനും സിനിമാറ്റോഗ്രാഫി. ഓക്കെ, സിനിമാറ്റോഗ്രാഫർ അതാണ് കറക്റ്റ് ഫോം. ഓക്കെ, തെറ്റിക്കാൻ പാടില്ല. സിനിമാറ്റോഗ്രാഫർ, DOP, ദാറ്റ്സ് എനഫ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിത്തീരാനായിട്ട് ഉള്ള അതിനുള്ള കാലിബർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച്.